9 to 5 ജോലി ചെയ്യുന്ന ഒരാളും എങ്ങും എത്തിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. കറക്റ്റ്. അവരൊരു പണിക്കാരൻ മാത്രമായി ജീവിതം അവസാനിപ്പിക്കും. അതിനപ്പുറം നിങ്ങൾക്ക് പോകണമെങ്കിൽ അതിനപ്പുറം പണിയെടുക്കുകയോ ജോലി ചെയ്യുകയോ അധ്വാനിക്കുകയോ, അത് സ്മാർട്ട് ജോലി അല്ല, കഠിനാധ്വാനം എന്നുള്ളതല്ല. സ്മാർട്ട് ജോലി ചെയ്തെങ്കിൽ 5 മണി കഴിഞ്ഞ് ചെയ്യുന്നതിന് ഗുണം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതിന് ഓവർ ടൈം എന്നാ പറയുക. ഓവർ ടൈമും 5 മണിക്ക് ശേഷം ചിന്തിച്ച് ജോലി ചെയ്യുന്നതിനും വ്യത്യാസമുണ്ട്. MT വാസുദേവൻ നായർ നോവൽ എഴുതാനിരുന്ന കാലത്ത് അങ്ങേര് 9 മണിക്ക് എഴുത്ത് തുടങ്ങും, 5 മണിക്ക് ഓഫാക്കും എന്ന മട്ടിലായിരുന്നു എഴുതിയിട്ടുണ്ടാവുക. ലോഹിതദാസ് തിരക്കഥ എഴുതാനിരിക്കുമ്പോൾ 9 മണി തുടങ്ങിക്കളയാം, എനിക്ക് തിരക്കഥ എഴുതാൻ സമയമായി എന്ന് പറഞ്ഞ് തുടങ്ങുകയും 5 മണിക്ക് 1 മണിക്ക് ബെല്ലടിച്ച് ലഞ്ച് കഴിക്കാൻ പോവുകയും 2 മണിക്ക് വീണ്ടും മണിയടിച്ച് പോയി തിരക്കഥ എഴുതി, അങ്ങനെയാണോ ചെയ്തിട്ടുള്ളത്? ഐസക് ന്യൂട്ടൺ ശാസ്ത്രതത്വങ്ങൾ രൂപപ്പെടുത്തി ഇപ്പം മണി നോക്കിയിട്ടാണോ ചെയ്തിട്ടുണ്ടാവുക? ആൽബർട്ട് ഐൻസ്റ്റീൻ, ഏത് വ്യക്തിയും നോക്കൂ, മുകേഷ് അംബാനി അല്ലെങ്കിൽ ജെഫ് ബെസോസ്, ഇവരുടെ ബിസിനസ് സ്ഥാപനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് 9 to 5 ആണോ? അതോ 24 hours ഉണർന്നിരിക്കുമ്പോഴൊക്കെ അതിനെക്കുറിച്ചല്ലേ അവർ ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത്? അതാണ് വിജയത്തിന്റെ മന്ത്രം. ഇതെന്നെ പഠിപ്പിച്ച, ഞാൻ പറഞ്ഞില്ല, ഒരു കോളേജ് വിദ്യാർത്ഥിയായിരിക്കും എന്നെ പഠിപ്പിച്ചത്, എന്റെ സ്ഥാപനത്തിലെ ഒരു ജോലിക്കാരനാണ്. അപ്പൊ നിങ്ങളെ ആരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇവരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും.